പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഓൺലൈൻ ക്ലാസ് മുഖേന നിങ്ങളുടെ മുമ്പിലെത്തുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ നന്നായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശരി, നിങ്ങൾ എല്ലാ ദിവസത്തെ ക്ലാസ് കണ്ടായിരുന്നോ? കഴിഞ്ഞ എത്ര പാഠം നമ്മൾ പഠിച്ചു? 9 പാഠങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? 9 പാഠങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുകയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തുവോ? എല്ലാവരും അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശരി, പഠിക്കാത്തവർ ഇനിയും ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുകയും വചനങ്ങൾ പഠിക്കുകയും പാഠങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ശരി, ഇനി ഒരു കാര്യമുണ്ടല്ലോ, സൺഡേ സ്കൂളിൽ ഞങ്ങൾ എന്നും പറയുന്ന കാര്യം എന്താണ്? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യണമെന്നല്ലേ? എത്ര പേര് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്? അതോ മറന്നുപോയോ ആ കാര്യം? ശരി, എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ആഹാരം കഴിക്കാൻ മറന്നാലും എന്ത് ചെയ്യാൻ മറക്കരുത്? പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും മറക്കല്ലേ കേട്ടോ. ശരി, എന്നാൽ നമുക്കിന്ന് കഴിഞ്ഞ നമ്മൾ എത്ര പാഠം പഠിച്ചു? 9 പാഠങ്ങൾ പഠിച്ചു അല്ലേ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാമത്തെ പാഠമാണ്. പാഠങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാമോ? എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകളെ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, പൈതങ്ങളായി ഒരുമിച്ച് കർത്താവേ, ഓൺലൈനിൽ കൂടെ കർത്താവേ അങ്ങയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവമേ ഒരുക്കിയതായ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവമേ ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അവിടവിടങ്ങളിലായി പരിപാലിച്ച നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇനിയും കർത്താവിൻ്റെ കൃപ ഓരോരുത്തരോടും കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ, ഞങ്ങൾ പഠിക്കുന്ന പാഠത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു കൊടുക്കുന്ന ഓരോ പാഠങ്ങളും പൈതങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യുന്ന അങ്ങയുടെ നല്ല കൃപകൾക്കായി സ്തോത്രം. തുടർന്നുള്ള അല്പസമയം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ വചനങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു കൊടുക്കുന്ന ഓരോ പാഠങ്ങളും പൈതങ്ങൾക്ക് അത് നല്ലവണ്ണം മനസ്സിലാകത്തക്കവണ്ണവും ദൈവം സഹായിക്കുന്ന നല്ല കൃപകൾക്കായ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ശരി, നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം എത്രാമത്തെയാണ്? പാഠം 10, സെക്കൻഡ് ക്വാർട്ടറിലെ അവസാനത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ആഗാബ് ഗ്രഹം. പാഠത്തിന്റെ പേരെന്താണ്? ആഗാബ് ഗ്രഹം. ആഗാബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടു എന്നും എത്രയായി തിരിച്ചു? അതിന് വിഭജിക്കപ്പെട്ട് രാജ്യം വിഭജിക്കപ്പെട്ട് എത്രയായി തിരിച്ചു? 2ആയിട്ട് തിരിച്ചു അല്ലേ? അതെങ്ങനെയാണ്? 10 ഗോത്രങ്ങൾ ചേർന്നത് ഒരു രാജ്യം, അതെന്താണ് പേര്? ഇസ്രായേൽ രാജ്യമെന്നും. അടുത്ത് എത്ര ഗോത്രങ്ങൾ ചേർന്നു? 2 ഗോത്രങ്ങൾ ചേർന്നത് ഒരു രാജ്യം, അതെന്താണ്? യഹൂദ രാജ്യമെന്നും. 2 രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടു അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു. അതിൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ്? ഇസ്രായേലിനെ ഭരിച്ച 20 രാജാക്കന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ 9ാമത്തെ പാഠത്തിൽ എത്ര രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചു? 6 പേരെ കുറിച്ച് പഠിച്ചു അല്ലേ? 6 പേരെ കുറിച്ച്. അവസാനമായി പഠിച്ച രാജാവ് ഏതാണ്? ഒമ്രി. ആർക്ക് ഓർമ്മയുണ്ട്? ഒമ്രിയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ആ ഒമ്രിയുടെ മകനായ ആഗബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്നത്തെ പാഠത്തിന്റെ വേദഭാഗം 1 രാജാക്കന്മാർ 16-ാം അധ്യായം 25 മുതൽ 17-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത് 18-ാം അധ്യായം 17 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. 20-ാം അധ്യായം 1 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത് 21-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 22-ാം അധ്യായം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇന്നത്തെ മനപ്പാഠം റോമർ 6:23. ഇന്നത്തെ മനപ്പാഠം ഏതാണ്? റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒന്നുകൂടെ പറയാമോ? റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. മനസ്സിലായല്ലോ? ഈ വേദഭാഗങ്ങൾ വായിക്കുകയും
ഈ റെഫറൻസ് നോക്കി വചനം നന്നായി പഠിക്കുകയും ചെയ്യണം കേട്ടോ. ആ ഒമ്രിയുടെ മകന്റെ പേരെന്താണ്? ആഹാബ്. എന്താണ്? ആഹാബ്. അപ്പോ ആഹാബ് തന്റെ പിതാവിന്റെ കാലശേഷം രാജാവായ ഒരു വ്യക്തിയാണ്. തന്റെ പിതാവ് ആരാണ്? ആഹാബിന്റെ പിതാവിന്റെ പേരെന്താണ്? ഒമ്രി. ഒമ്രിയുടെ കാലശേഷമാണ് ആഹാബ് രാജാവാകുന്നത്. ഈ ആഹാബിന്റെ ഭരണത്തെക്കുറിച്ചും ആഹാബ് എപ്രകാരം രാജ്യത്തെ ഭരിച്ചുവെന്നും തന്റെ ഭരണം മുഖേന ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അത് മുഖാന്തരം ദൈവം എപ്രകാരം ആഹാബിനെ ന്യായം വിധിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മനസ്സിലായല്ലോ? ശരി. ആഹാബിന്റെ പിതാവ് ആരായിരുന്നു? ഒമ്രി. ഒമ്രി ആരായിരുന്നു? ഇസ്രായേലിലെ ഒരു രാജാവായിരുന്നു. ഒമ്രിയുടെ കാലശേഷമാണ് എന്ത് ചെയ്തത്? ആഹാബ് രാജാവാകുന്നത്. ആഹാബ് ഇസ്രായേലിലെ 7ാമത്തെ രാജാവായിരുന്നു. ആഹാബ് ഇസ്രായേലിലെ എത്രാമത്തെ രാജാവാണ്? 7ാമത്തെ രാജാവാണ്. ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 874 മുതൽ 852 വരെയുള്ള 22 വർഷക്കാലമാണ് ആഹാബ് രാജ്യത്തെ ഭരിച്ചത്. അപ്പോൾ ആഹാബ് രാജ്യത്തെ ഭരിച്ചത് എപ്പോഴാണ്? ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 874 മുതൽ 852 വരെയുള്ള 22 വർഷക്കാലമാണ് ആഹാബ് ഇസ്രായേൽ രാജ്യത്തെ ഭരിച്ചത്. അപ്പൊ മനസ്സിലായല്ലോ? ആഹാബിന്റെ പിതാവിന്റെ പേരെന്താണ്? ഒമ്രി. ആഹാബ് എത്ര വർഷമാണ് രാജ്യത്തെ ഭരിച്ചത്? 22 വർഷം. എത്രാമത്തെ രാജാവാണ് ആഹാബ്? 7ാമത്തെ രാജാവാണ്. ഇസ്രായേലിനെ ഭരിച്ച 7ാമത്തെ രാജാവാണ് ആര്? ആഹാബ്. ആഹാബ് ഭരിച്ച വർഷം ഏത് മുതൽ ഏത് വരെയാണ്? ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 874 മുതൽ 852 വരെയുള്ള 852 വരെയുള്ള 22 വർഷക്കാലമാണ് ആഹാബ് രാജ്യത്തെ ഭരിച്ചത്. അപ്പൊ ആഹാബിന്റെ പിതാവ് എന്താണ്? ഒമ്രി. ഒമ്രിയുടെ കാലശേഷമാണ് എന്ത് ചെയ്തത്? ആഹാബ് രാജാവാകുന്നത്. ആഹാബ് രാജാവായത് ഇസ്രായേലിൽ എത്രാമത്തെ രാജാവാണ് ആഹാബ്? 7ാമത്തെ രാജാവാണ്. ആഹാബ് എപ്പോഴാണ് രാജ്യത്തെ ഭരിച്ചത്? ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 874 മുതൽ 852 വരെയുള്ള 22 വർഷക്കാലമാണ് ആഹാബ് രാജ്യത്തെ ഭരിച്ചത്. ഈ ആഹാബിന്റെ ഭാര്യ ആരാണെന്നറിയാമോ? ആഹാബിന്റെ ഭാര്യയുടെ പേര് ഇസബേലാണ്. ആഹാബിന്റെ ഭാര്യയുടെ പേരെന്താണ്? ആഹാബ് രാജാവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഇസബേൽ. ഇസബേലാണ് ആഹാബിന്റെ ഭാര്യയുടെ പേര്. ഇസബേലിന്റെ പിതാവ് ആരാണെന്നറിയാമോ? സീദോനിലെ രാജാവും ബാലിന്റെ പുരോഹിതനുമായ യെത്ബാലിന്റെ മകളാണ് ഇസബേൽ. തുടർന്ന് എന്ത് ചെയ്തെന്നറിയാമോ? ആ സീദോനിൽ ഇസബേൽ ആരാധിച്ചു കൊണ്ടിരുന്ന ആ ദേവന്മാരെ എന്ന് പറഞ്ഞ ബാലിന്റെ ആരാധന, അക്ഷേര പ്രതിഷ്ഠകളെയൊക്കെ എന്ത് ചെയ്തു? ഇസബേൽ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. എന്താണ്? ബാലിന്റെ ആരാധനയെ, അക്ഷേര പ്രതിഷ്ഠകളെയൊക്കെ എന്ത് ചെയ്തു? ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ക്രമേണ ഇസ്രായേലിൽ അത് ഒരു ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആഹാബ് രാജാവ് എത്ര വർഷക്കാലം ഇസ്രായേലിനെ ഭരിച്ചു? 22 വർഷക്കാലം. ആഹാബിന്റെ പിതാവിന്റെ പേരെന്താണ്? ഒമ്രി. ആഹാബ് എത്രാമത്തെ രാജാവാണ്? 7ാമത്തെ രാജാവാണ്. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 874 മുതൽ 852 വരെയുള്ള 22 വർഷക്കാലമാണ് ആഹാബ് രാജ്യത്തെ ഭരിച്ചത്. സീദോനിലെ രാജാവും ബാലിന്റെ പുരോഹിതനുമായിരുന്ന യെത്ബാലിന്റെ മകളെയാണ് ആഹാബ് വിവാഹം ചെയ്തത്. പേരെന്താണ്? ഇസബേൽ. അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ഇസബേലിനെ വിവാഹം ചെയ്ത ശേഷം എന്ത് ചെയ്തു? ഇസ്രായേലിലേക്ക് ബാലിന്റെ ആരാധനയും അക്ഷേര പ്രതിഷ്ഠകളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ആരാധിക്കുവാനായി തുടങ്ങി. അത് മുഖാന്തരം എന്ത് ചെയ്തു? ക്രമേണ ഒരു ഔദ്യോഗിക മതമായി ഇസ്രായേലിൽ അത് അംഗീകരിക്കപ്പെടുകയും ചിത്രയാണല്ലോ നമ്മൾ പഠിച്ചത്. എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരിലും വെച്ച് യഹോവയ്ക്ക് അനിഷ്ടമായി പ്രവർത്തിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായ രീതിയിൽ ഭരണം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആഹാബ് രാജാവ്. ഇസ്രായേലിൽ ഒത്തിരി രാജാക്കന്മാർ ഭരിച്ചില്ലേ? പക്ഷേ എല്ലാ രാജാക്കന്മാരിലും വെച്ച് യഹോവയ്ക്ക് അനിഷ്ടമായ ഒരു ഭരണം കാഴ്ചവെച്ച ഒരു രാജാവായിരുന്നു ഈ ആഹാബ് രാജാവ്. ഇസ്രായേലിൽ പട്ടണങ്ങൾ പണിതതോടൊപ്പം തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ബാലിന്റെ ബലിപീഠങ്ങളും പണിയുകയും ചെയ്തു. എന്ത് ചെയ്തു? ഇസ്രായേലിൽ ഈ ആഹാബ് പട്ടണങ്ങളൊക്കെ പണിതതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളും ബാലിന്റെ ബലിപീഠങ്ങളും ഒക്കെ പണി കഴിപ്പിച്ചു. കൂടാതെ ആനക്കൊമ്പ് തുടങ്ങിയ വിശേഷ വസ്തുക്കളെ കൊണ്ടാണ് ആഹാബ് പട്ടണങ്ങൾ പണി കഴിപ്പിച്ചത്. എന്താണ്? ആനക്കൊമ്പ് തുടങ്ങിയ വിശേഷ വസ്തുക്കളെ കൊണ്ടാണ് ആഹാബ് പട്ടണത്തെ പണിതത്. അതുകൂടാതെ ദൈവഹിതത്തിന് വിപരീതമായ രീതിയിൽ യെരിഹോ മതിൽ പണിയപ്പെട്ടതും ഈ ആഹാബിന്റെ കാലത്താണ്.
എരികോ മതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എരികോ മതിൽ ഇസ്രായേൽ ജനങ്ങൾ ആർപ്പിട്ടപ്പോൾ ഒരു മതിൽ വീണല്ലോ. അത് ഏത് മതിലാണ്? എരികോ മതിൽ. ആ മതിൽ പണിയപ്പെട്ടത് ആരുടെ കാലത്താണ്? ഈ ആഖബിന്റെ കാലത്താണ് ഈ എരികോ മതിലും പണിയപ്പെട്ടത്. തന്റെ തലസ്ഥാനമായ ശമര്യയിൽ വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിനെ മനോഹരവും വലിപ്പവുമുള്ളതാക്കി തീർത്തു. ഈ ആഖബ് എന്ത് ചെയ്തു? തന്റെ തലസ്ഥാനമാകുന്ന ശമര്യയിൽ വിപുലമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്ത് ചെയ്തു? വലിയ പട്ടണങ്ങൾ പണിയുകയും വലിയ നിലയിൽ അതിന് ആഡംബരമായ രീതിയിൽ ആക്കി വെക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ശമര്യയുടെ പാപത്തെ സന്ദർശിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ദൈവം ആഖബിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആഖബിന്റെ കാലത്ത് അരാം എന്ന് പറഞ്ഞ സിറിയ നാട്, അവരുമായിട്ട് കൂടെ യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആഖബിന്റെ കാലത്ത് അരാം രാജ്യവുമായി എന്ന് പറഞ്ഞാൽ സിറിയ നാട്, അതുമായി കൂടെ യുദ്ധങ്ങൾ നടത്തുമായിരുന്നു. പ്രത്യേകിച്ച് സഖ്യകക്ഷികളുടെ സഹായത്തോടുകൂടി ശമര്യയെ നിരോധിച്ച ബെൻഹദദ് ഇതിൽ ശ്രദ്ധേയനാണ്. എങ്ങനെയാണ്? സഖ്യകക്ഷികളുടെ സഹായത്തോടുകൂടി ശമര്യയെ നിരോധിച്ച ബെൻഹദദ് ഇതിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഓരോ യുദ്ധങ്ങൾ നടക്കുമ്പോഴും എന്ത് ചെയ്യുമെന്നറിയാമോ? ഓരോ യുദ്ധത്തിലും ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് ആഖബിന് തന്നെ വിജയം വന്നുകൊണ്ടേയിരുന്നു. മറ്റവരെന്ത് ചെയ്യും? ഓരോ യുദ്ധത്തിലും തോക്കുമായിരുന്നു. എന്നാൽ ആഖബ് സേവിക്കുന്ന ആ വിഗ്രഹങ്ങളല്ല, മറിച്ച് ആരാണ്? സർവശക്തനായ ദൈവമാണ് ഓരോ യുദ്ധത്തിലും നമ്മുടെ ആഖബിന് ജയം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഓരോ യുദ്ധത്തിലും എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഓരോ യുദ്ധത്തിലും ജയം കൊടുക്കുന്നു എന്ന് ആഖബ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഓരോ യുദ്ധത്തിലും ആഖബ് ജയിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ള ആരാംകാരന്റെയും ഓരോ യുദ്ധത്തിലും തോൽക്കുമായിരുന്നു. എന്നാൽ ഈ ഓരോ യുദ്ധത്തിലും തോറ്റുപോകുന്ന ഈ അരാമ്യർ എന്ത് പറയുമെന്നറിയാമോ? ഇസ്രായേൽ സേവിക്കുന്ന ദൈവം പർവ്വത ദേവനാകൊണ്ടാണ് ഈ ഓരോ യുദ്ധത്തിലും അവർ ജയിക്കുന്നതും അരാമ്യരാകുന്ന നമ്മൾ തോൽക്കുന്നതും എന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ ഓരോ യുദ്ധത്തിലും ജയം കൊടുത്തത് ആരാണ്? നമ്മുടെ സർവശക്തനായ ദൈവമാണ് ഓരോ യുദ്ധത്തിലും ആഖബിന് ജയം കൊടുത്തുകൊണ്ടിരുന്നത്. അത് ആഖബ് മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയില്ല. ആഖബ് സേവിക്കുന്ന ബാൽ വിഗ്രഹങ്ങളാണോ ഓരോ യുദ്ധത്തിനും ആഖബിന് ജയം കൊടുത്തത്? ഇല്ല. ആരാണ്? ഇസ്രായേലിലെ നമ്മുടെ സർവശക്തനായ ദൈവമാണ് ഓരോ യുദ്ധത്തിനും ഈ ആഖബിനും കൂട്ടർക്കും ജയം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അരാമ്യർ എന്താണ് പറഞ്ഞത്? അവർ സേവിക്കുന്ന ദൈവം പർവ്വത ദേവനാകൊണ്ടാണ് അവർ ഓരോ യുദ്ധത്തിലും ജയിക്കുന്നതും നമ്മൾ തോൽക്കുന്നതുമെന്ന്. എന്നാൽ ഓരോ യുദ്ധത്തിലും ജയം കൊടുത്തുകൊണ്ടിരുന്ന ദൈവം അതിന് മതിയായ ഒരു ദൈവമായിരുന്നു. ഓരോ യുദ്ധത്തിന് ആഖബിനെയും കൂട്ടരെയും ദൈവം ഓരോ യുദ്ധത്തിലും ജയിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ അരാമ്യർ തോറ്റുപോയപ്പോൾ അവരെന്ത് പറഞ്ഞു? അടുത്ത് ഇനിയും ഞങ്ങൾ യുദ്ധത്തിന് വരുമെന്ന് പ്രവാചകൻ മുഖാന്തരം ഇവിടെ അറിയിച്ചു. ഞങ്ങൾ തോറ്റു പോകുന്നു എങ്കിലും എന്ത് ചെയ്യും? ഇനിയും യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവരെ പ്രവാചകൻ മുഖാന്തരം അറിയിക്കുകയും ചെയ്തു. അതും പ്രകാരം എന്ത് ചെയ്തെന്നറിയാമോ? പിറ്റേ ആണ്ടിൽ അവർ എന്ത് ചെയ്തു? അഫേക്ക് സമതലത്തിൽ പാളയം ഇറങ്ങി. എന്തിനാണ്? യുദ്ധത്തിന് വേണ്ടി. പിറ്റേ ആണ്ടിൽ അഫേക്ക് സമതലത്തിൽ അവരെന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടി പാളയമിറങ്ങി. അവർ പറഞ്ഞിരുന്നത് പോലെ തന്നെ എന്ത് ചെയ്തു? പിറ്റേ ആണ്ടിൽ അഫേക്ക് സമതലത്തിൽ അവർ യുദ്ധത്തിനായി പാളയമിറങ്ങി. അരാമ്യർ വലിയൊരു കൂട്ടം ആൾക്കാരാണ് യുദ്ധത്തിന് വേണ്ടി വന്നത്. അവർ 7 ദിവസം അവിടെ ഇവർക്ക് നേരെ പാളയമിറങ്ങി. എത്ര ദിവസം? 7 ദിവസം. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു യുദ്ധത്തിന് വേണ്ടി വന്നത്. അവർ 7 ദിവസം അവരുടെ നേരെ പാളയമിറങ്ങി. എന്നാൽ യഹോവ തന്നെ ദൈവമെന്ന് അവർ അറിയേണ്ടതിന് എന്ത് ചെയ്തു? ഈ യുദ്ധത്തിലും ആഖബിന് ജയം കൊടുത്തു. അരാമ്യരെ ആഖബിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അപ്പൊ ആ യുദ്ധത്തിലും എന്ത് ചെയ്തു? ആഖബ് ജയിച്ചു. എങ്കിലും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നേരത്തെ അവർ അരാമ്യർ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയിരുന്ന സ്ഥലങ്ങൾ തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിലും നമ്മുടെ ആഖബ് രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ യുദ്ധത്തിൽ തോറ്റുപോയ ആ ബെൻഹദദിനെ എന്ത് ചെയ്തു? വെറുതെ വിട്ടു. എങ്കിലും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നേരത്തെ അരാമ്യർ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയ സ്ഥലങ്ങൾ തിരിച്ചു കിട്ടുമെന്ന ധാരണയിലും ബെൻഹദദിന് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം നമ്മുടെ ആഖബ് ഒരുക്കി കൊടുത്തു. ഇത് യഹോവയുടെ സന്നിധിയിൽ എന്തായി മാറി? അനിഷ്ടമായി മാറി. ഈ ഓരോ യുദ്ധത്തിലും ദൈവം വിജയം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഇങ്ങനെ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും
അവർ അരാമ്യർ പിടിച്ചടക്കിയ ആ സ്ഥലങ്ങൾ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും എന്ത് ചെയ്തു, ആ അരാം രാജ്യത്തിലെ ആ രാജാവിന് എന്ത് ചെയ്തു, രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം നമ്മുടെ ഈ ആഹാബ് ഒരുക്കി കൊടുത്തു. അത് യഹോവയുടെ സന്നിധിയിൽ അനിഷ്ടമായി മാറി. പിന്നീട് യഹൂദ രാജാവായ യഹോശാഫാത്തും കൂടെ ചേർന്ന് അരാമ്യർക്ക് നേരെ യുദ്ധത്തിന് വേണ്ടി പോയി എങ്കിലും അതിൽ തോൽവിയാണ് സംഭവിച്ചത്. ഇതിൽ നമ്മൾ ഭരണത്തെക്കുറിച്ച് പഠിച്ചുവല്ലോ. ഇനി മതപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ആഗബിന്റെ കാലത്തെ ഒരു പ്രധാന പ്രവാചകനായിരുന്നു ആരെന്നറിയാമോ? ഏലിയാവ്. ആഗബിന്റെ കാലത്തെ പ്രധാന പ്രവാചകൻ ആരായിരുന്നു? ഏലിയാവായിരുന്നു ആഗബിന്റെ കാലത്തെ പ്രധാന പ്രവാചകൻ. തന്റെ ഭാര്യയായ ഇസബേലിന്റെ ആരാധന രാജാവാകുന്ന ആഗബിനെ വളരെയധികം സ്വാധീനിച്ചു. ഇസബേൽ എന്താണെന്നാണ് ആരാധിച്ചിരുന്നത്? വിഗ്രഹത്തെയാണ് ആരാധിച്ചിരുന്നത്. ആ വിഗ്രഹാരാധന, ബാലിന്റെ ആരാധന നമ്മുടെ രാജാവാകുന്ന ആഹാബിനെ വളരെയധികം സ്വാധീനിച്ചു. അവൻ ശമര്യയിൽ സോരിലെ ബാലിന്റെ ക്ഷേത്രങ്ങൾ പണിയുകയും അശേര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. ബാലിന്റെയും അശേര പ്രതിഷ്ഠയുടെയൊക്കെ പ്രവാചകന്മാരെ സീദോനിൽ നിന്ന് വരുത്തി. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു ആഗബ്? അങ്ങനെ ഓരോ ഈ വിഗ്രഹാരാധനയ്ക്ക് തന്നെ ഓരോ ആൾക്കാരെ വച്ച് അതെല്ലാം ക്രമീകരിച്ച് നടത്തിക്കൊണ്ടിരുന്നു. അത് കൂടാതെ തന്നെ എന്ത് ചെയ്തു? അനേക കള്ളപ്രവാചകന്മാരെയും സംരക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ആഗബ് രാജാവ്. അനേക കള്ളപ്രവാചകന്മാരെയും സംരക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ആഗബ് രാജാവ്. യഹോവയോടുള്ള ആഗബ് ഗ്രഹത്തിന്റെ വെറുപ്പ് വളരെ വ്യക്തമായി പ്രകടമാക്കിയ ഒരു രാജാവായിരുന്നു ഈ ആഗബ് രാജാവ്. എന്താണ്? യഹോവയോടുള്ള എതിർപ്പ് വളരെ വ്യക്തമായി പ്രകടമാക്കിയ ഒരു രാജാവായിരുന്നു ഈ ആഗബ് രാജാവ്. കൂടാതെ ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഒരുപാട് പേര് കൊന്ന ഒരു വ്യക്തിയാണ് ഈ ആഗബ് രാജാവ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ ദൈവത്തിനെ ആരാധിക്കുന്നവർ, ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഒക്കെ കൊന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ നടന്ന ഒരു വ്യക്തിയാണ് ഈ ആഗബ് രാജാവ്. ഈ ആഗബിന്റെ കാലത്താണ് ഏലിയാവ് തന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം വരെ വന്നു. അത്രയ്ക്ക് ക്രൂരമായ നിലയിൽ ദൈവമക്കൾക്ക് എതിരായിട്ട് നിന്ന ഒരു രാജാവായിരുന്നു ഈ ആഗബ് രാജാവ്. ഇസബേൽ യഹോവയുടെ ഭക്തന്മാരെ കൊന്നൊടുക്കിയ സമയത്ത് ആഗബിന്റെ മന്ത്രിമാരിൽ ഒരുവനായിരുന്ന ഒരു ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ഒബദ്യാവ്. ഈ ഒബദ്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? 100 പ്രവാചകന്മാരെ, ദൈവത്തിന്റെ 100 പ്രവാചകന്മാരെ 50 വീതം ഗുഹകളിലായി ഒളിപ്പിച്ച് ആ കാലത്ത് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന ഒരു ഇസബേൽ എന്ത് ചെയ്യും? ആളയച്ച് കൊന്നുകളയും. ആ സാഹചര്യത്തിലാണ് ആഗബിന്റെ മന്ത്രിയായിരുന്ന ഓബദ്യാവ് എന്ത് ചെയ്തു? ആ 100 പേരെ, ദൈവത്തിന്റെ 100 പ്രവാചകന്മാരെ 50 വീതം ഓരോ ഗുഹകളിലായി ഒളിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആഗബ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആഗബിന്റെ അരമനയ്ക്ക് അടുത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? നാബോത്ത്. ആഗബിന്റെ അരമനയ്ക്ക് അടുത്ത് പാർത്തിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? നാബോത്ത്. ഒരു ദിവസം ഈ ആഗബ് നാബോത്തിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഈ നാബോത്തിന് അവിടെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഗബിന്റെ അരമനയുടെ അടുത്ത് ഈ നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം, അത് തന്റെ പിതൃസ്വത്തായി തനിക്ക് ലഭിച്ച ഒരു മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ പഴയ നിയമകാലത്തൊക്കെ പിതൃസ്വത്തായി കിട്ടുന്നതൊന്നും അവരെന്ത് ചെയ്യില്ല, നഷ്ടമാക്കി കളയുകയില്ലായിരുന്നു. അവരങ്ങനെ അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഈ സമയത്താണ് ഈ നാബോത്തിനോട് ആഗബ് ചോദിക്കുകയാണ്, ഈ മനോഹരമായ മുന്തിരിത്തോട്ടം എന്ത് ചെയ്യണം? നീ എനിക്ക് തരണം. ഞാൻ എനിക്ക് എന്ത് ചെയ്യണം? ആ മുന്തിരിത്തോട്ടത്തിനെ എനിക്കൊരു ചീരത്തോട്ടമാക്കുവാനായിട്ട് അതെനിക്ക് തരണമെന്ന് ചോദിച്ചു. അപ്പൊ നാബോത്ത് പറഞ്ഞു, ഇല്ല, ഇത് എന്ത് ചെയ്യില്ല, എന്റെ പിതൃസ്വത്തായി കിട്ടിയ സ്ഥലമാണ്, അത് ഞാൻ എന്ത് ചെയ്യില്ല, തരില്ല. പക്ഷെ ഈ ആഗബ് എന്ത് പറഞ്ഞു? ഞാൻ അതിന് നിനക്ക് എന്ത് ചെയ്യാം? അതിന്റെ കാശ് നിനക്ക് തരാം, അതല്ലെങ്കിൽ ഇതിനേക്കാളും മനോഹരമായ രീതിയിലുള്ള ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ നാബോത്ത് എന്ത് പറഞ്ഞു? ഇല്ല, അത് ഞാൻ എന്റെ പിതൃസ്വത്തായി ലഭിച്ച സാധനം ഞാൻ എന്ത് ചെയ്യില്ല, അത് മറ്റുള്ളവർക്ക് എന്ന് നാബോത്ത് പറഞ്ഞപ്പോ ഇതെന്ത് ചെയ്തു? ആഗബിന് ദേഷ്യമായി മാറി. ആഗബ് എന്ത് ചെയ്തെന്നറിയാമോ? വീട്ടിൽ പോയി മുഖം തിരിച്ച് കിടന്നു. അന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ മുഖം തിരിച്ച് കിടന്നു. അപ്പോൾ തൻ്റെ ഭാര്യ തന്നോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരു ക്രൂരയായ ഒരു സ്ത്രീയാണല്ലേ, ദൈവമക്കൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇസബേൽ.
അപ്പോ ഈ ആഹാബിനോട് തന്റെ ഭാര്യ ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ ആഹാബ് പറഞ്ഞു, ഇതുപോലെ ഞാൻ നാബോത്തിനോട് ആ മുന്തിരിത്തോട്ടം ചോദിച്ചു, വില കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനപ്പുറം മനോഹരമായ വേറൊരു തോട്ടം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തന്റെ പിതൃസ്വത്ത് ആയതുകൊണ്ട് താൻ അത് തരില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ഉടനെ ഇസബേൽ എന്ത് ചെയ്തെന്നറിയാമോ? തന്ത്രപരമായ രീതിയിൽ ഇസബേൽ നമ്മുടെ നാബോത്തിനെ കൊന്നുകളഞ്ഞു. തന്ത്രപരമായ രീതിയിൽ താൻ ആളയച്ച് നമ്മുടെ നാബോത്തിനെ കൊന്നുകളഞ്ഞു. കൊന്നിട്ട് വന്ന് തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, നീ ഇനി പോയി ആ മുന്തിരിത്തോട്ടം അവകാശമാക്കിക്കൊള്ളുക. അതിന് തടസ്സം ചെയ്യുവാനായിട്ട് അതിനി അവകാശമില്ല. നാബോത്ത് മരിച്ചുപോയി. ഇനി നിനക്ക് എന്ത് ചെയ്യാം? സ്വാതന്ത്ര്യമായ രീതിയിൽ ആ മുന്തിരിത്തോട്ടം നിനക്ക് അവകാശമാക്കാമെന്ന് പറഞ്ഞ് ഇസബേൽ പറഞ്ഞു. ഇതും കേട്ടിട്ട് എന്ത് ചെയ്തു? ആഹാബ് ആ മുന്തിരിത്തോട്ടം അവകാശമാക്കുവാനായി പോയി. ഈ സമയത്ത് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിനെ ആ സ്ഥലത്തേക്ക് അയച്ചു. എവിടെ? നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിനടുത്തേക്ക് ദൈവം എന്ത് ചെയ്തു? ഏലിയാവിനെ അയച്ചു. ആഹാബ് അവിടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഏലിയാവും അവിടെ പോയി എന്ത് പറഞ്ഞു? ഈ മുന്തിരിത്തോട്ടം നീ അവകാശമാക്കുവാൻ നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്തു? ഏലിയാവ് ആഹാബിനെ അവിടെ നിന്നും പിന്തിരിപ്പിച്ചു. കൂടാതെ നാബോത്തിന്റെ രക്തം നക്കിയ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യും? നായ്ക്കൾ നിന്റെ രക്തവും നക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഏലിയാവ് ആഹാബിന് കൊടുത്തു. എന്താണ്? നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ ഇതേ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യും? നിന്റെ രക്തവും, ആഹാബ് രാജാവാകുന്ന നിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് ഏലിയാവ് പ്രവാചകൻ ഒരു അരുളപ്പാടും കൂടെ, ദൈവം പറഞ്ഞ ഒരു വാക്കും കൂടെ പറഞ്ഞ് എന്ത് ചെയ്തു? ഇക്കാര്യങ്ങൾ പറഞ്ഞു അവനെ പിന്തിരിപ്പിച്ചു. വിഗ്രഹാരാധനയ്ക്ക് പുറമെ അനീതിയും അക്രമവും ദ്രവ്യാഗ്രഹവും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ആഹാബ് രാജാവ്. ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ആഹാബ് ചെയ്ത ഓരോ തെറ്റുകളും ദൈവസന്നിധിയിൽ അത് തെറ്റായിരിക്കുന്നുവെന്ന് ഏലിയാവ് പ്രവാചകൻ മുഖാന്തരം ദൈവം എന്ത് ചെയ്തു? അറിയിക്കുകയും ഇനി ആഹാബിന് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള അരുളപ്പാട് ദൈവം ഏലിയാവ് മുഖാന്തരം ആഹാബിനെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ആഹാബ് ഭയന്ന് വസ്ത്രമൊക്കെ കീറി രട്ടെടുത്ത് അനുതപിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തു. ദൈവസന്നിധിയിൽ ഭയങ്കരമായിട്ട് അവൻ എന്ത് ചെയ്തു? വസ്ത്രമൊക്കെ കീറി ദേഹം പറ്റ രട്ടെടുക്കുകയും ഉപവസിക്കുകയും അനുതപിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്ത് എന്ത് ചെയ്തു? ഈ ഓരോ ആലോചനകൾ, ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ ഇങ്ങനെ ആഹാബ് ഭയന്ന് താൻ നിലവിളിച്ചു ദൈവസന്നിധിയിൽ. അപ്പോൾ യഹോവ അവന്റെ കാലത്ത് അനർത്ഥം വരുത്തുകയില്ല എന്നും അവന്റെ മക്കളുടെ കാലത്ത്, അവന്റെ തലമുറയുടെ കാലത്ത് അനർത്ഥം സംഭവിക്കുമെന്നും ദൈവം എന്ത് ചെയ്തു? ആ ബാധ എന്ന് പറഞ്ഞ ആഹാബ് ചെയ്ത ആ തെറ്റിന് എന്ത് ചെയ്തു? പിന്നത്തേതിലേക്ക്, ആ ശിക്ഷകളെ പിന്നത്തേതിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ആ ന്യായവിധിയിൽ നിന്ന് ആഹാബിനെ രക്ഷപ്പെടുത്തി. ആഹാബ് ഈ ദൈവസ്ഥാനത്തിൽ നിലവിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം ഈ ന്യായവിധിയിൽ നിന്ന് ആഹാബിനെ രക്ഷപ്പെടുത്തുകയും അവന്റെ മകന്റെ കാലത്തേക്ക് അതിനെ മാറ്റിവെക്കുകയും ചെയ്തു. ഏലിയാവ് മുഖാന്തരം വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി സംസാരിച്ചതിന്റെ 3-ാമത്തെ വർഷം നമ്മുടെ യഹൂദ രാജാവാകുന്ന യഹോശാഫാത്ത്, രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിൽ ഇനിയൊരു രാജ്യം ഏതാണ്? യഹൂദ രാജ്യം, അല്ലേ? അപ്പൊ യഹൂദ രാജാവായ യഹോശാഫാത്ത് നമ്മുടെ ഈ ആഹാബ് രാജാവിന്റെ അടുക്കൽ വന്നപ്പോ അപ്പോൾ ആഹാബ് ഇസ്രായേലിന്റെ അവകാശ ഭൂമിയാകുന്ന രാമോത്ത് ഇപ്പൊ അരാമ്യരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്ത് അതിനെ വീണ്ടെടുക്കണമെന്ന് യഹോശാഫാത്തിനോട് തന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. യഹോശാഫാത്തിനോട് യുദ്ധത്തിനായി സഹായിക്കുമോ എന്ന് ചോദിച്ചു. യഹോശാഫാത്ത് പറഞ്ഞു, ഞാൻ സഹായിക്കാം, കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആലോചന ചോദിക്കണമെന്ന് യഹോശാഫാത്ത് ആവശ്യപ്പെട്ടു. അതും പ്രകാരം എന്ത് ചെയ്തു? ഈ ആഹാബ് തൻ്റെ രാജ്യത്തിൽ ഒത്തിരി കള്ളപ്രവാചകന്മാരില്ലേ, ആ പ്രവാചകന്മാരെയൊക്കെ വരുത്തി ഞാൻ ഇതുപോലെ അരാമുമായി യുദ്ധത്തിന് പോവുകയാണ്, അപ്പോൾ എനിക്ക് ജയം കിട്ടുമോ എന്താണെന്നുള്ള കാര്യം അവരോട് പ്രവചിച്ച് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? ആഹാബിന് ജയം കിട്ടുമെന്നും ആ യുദ്ധത്തിൽ ആഹാബ് ജയിക്കുമെന്നൊക്കെ ഉള്ള കള്ളപ്രവചനം എന്ത് ചെയ്തു? ആ രാജ്യത്തിലെ കള്ളപ്രവാചകന്മാരുടെ, ഇസ്രായേലിലെ ഈ ആഹാബിന്റെ കള്ളപ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്തു? ആഹാബ് ജയിക്കും, യുദ്ധത്തിൽ നല്ലൊരു ജയം അവർക്ക് കിട്ടുമെന്ന് പ്രവചിച്ച് പറഞ്ഞു. എന്നാൽ ഈ പ്രവചനത്തിൽ നമ്മുടെ യഹോശാഫാത്ത് തൃപ്തനായിരുന്നില്ല. താൻ എന്ത് പറഞ്ഞെന്നറിയാമോ? ദൈവഭക്തനായ ഒരു വ്യക്തിയുടെ ആലോചന എനിക്ക് കേൾക്കണം. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ ആ ദേശത്തിൽ യഹോവയുടെ ഒരു പ്രവാചകനെ അന്വേഷിച്ചു. അപ്പോൾ ഒരു മീഖായാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ
കിട്ടി. മീഖായാവിനെ അവരെന്ത് ചെയ്തു? വരുത്തി. ഇതുപോലെ ആഗബ് യുദ്ധത്തിന് പോകുകയാണ്, അതിലെങ്ങനെയാണ് ജയം ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആഗബ് പടയിൽ പട്ടുപോകുമെന്ന് ഈ മീഖായാവ് അറിയിച്ചു. ആഗാബ് ഈ യുദ്ധത്തിൽ പട്ടുപോകുമെന്ന് മീഖായാവ് പ്രവചിച്ചു. ഇത് കേട്ട ഉടനെ ആഗബ് എന്ത് ചെയ്തെന്നറിയാമോ? ആ മീഖായാവിനെ ഒരുപാട് അടിക്കുകയും കാരാഗൃഹത്തിലാക്കുകയും ചെയ്തിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇവർ യുദ്ധത്തിന് വേണ്ടി പോയി. യെഹോശാഫാത്തും ആഗബും എന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ രാജാവിന്റെ രഥത്തിൽ, സാധാ രാജാവ് രഥത്തിലല്ലേ യുദ്ധത്തിന് പോകാറ്, എന്നാൽ ഈ രാജാവിന്റെ രഥത്തിൽ നമ്മുടെ യെഹോശാഫാത്തും ഈ ആഗബ് രാജാവ് വേഷം മാറിയും പടയിൽ കടന്നു. അരാം രാജ്യത്തിലെ രാജാവ് പറഞ്ഞിരുന്നു, ചുമ്മാ യുദ്ധം ചെയ്ത് മറ്റുള്ള ആൾക്കാരെ കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല, പിന്നെ ആരെയാണ് പിടിക്കേണ്ടത്? രാജാവിനെ പിടിക്കണം. രാജാവിനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ജയം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു? എല്ലാ യുദ്ധത്തിന് രണ്ട് പാർട്ടിക്കാരും യുദ്ധം ചെയ്തു തുടങ്ങി, യുദ്ധത്തിനായിട്ട് ഇറങ്ങി. അപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി രാജാവ് രഥത്തിലല്ലേ വരത്തുള്ളൂ. അപ്പൊ അരാം രാജ്യത്തിലെ രാജാവ് എന്താണ് പറഞ്ഞത്? അരാമിലെ രാജാവ് എന്താണ് പറഞ്ഞത്? വേറെ ആരെയും ഉപദ്രവിക്കേണ്ട, വേറെ ആരെയും പിടിക്കേണ്ട, രാജാവിനെ മാത്രം പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ എന്ത് ചെയ്തു? അവൾ യുദ്ധത്തിന് വന്നവർ എന്ത് ചെയ്തു? ഈ തേരിനോട്, ഈ രഥത്തോട് ചേർന്ന് രഥത്തിനോട് അടുത്തു. യുദ്ധത്തിന് വേണ്ടിയിട്ട് രഥത്തിനോട് അടുത്തപ്പോൾ യെഹോശാഫാത്തിന് മനസ്സിലായി ഇവരെന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് മനസ്സിലായി. യെഹോശാഫാത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ഉറക്കെ നിലവിളിച്ചു. ഈ നിലവിളി കേട്ടപ്പോൾ ആ ജനങ്ങൾ, അരാമിലുള്ള യുദ്ധത്തിന് വന്നവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ ആഗബ് രാജാവല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? രഥത്തിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ഒരു അരാമ്യൻ വെറുതെ എയ്ത ഒരു അമ്പ് എവിടെ കൊണ്ടെന്നറിയാമോ? ഈ ആഗബ് രാജാവിന്റെ പതക്കത്തിനും കവചത്തിനും ഇടയിൽ കൊണ്ടു. ഈ അരാമ്യരിൽ ഒരുവൻ വെറുതെ എയ്ത അമ്പ് ഈ ആഗബ് രാജാവിന്റെ പതക്കത്തിനും കവചത്തിനും ഇടയിൽ കൊണ്ടു. അപ്പോ അന്ന് പകൽ ഇത് ആരും അറിയുന്നില്ല, പകൽ മുഴുവനും ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി എന്ത് ചെയ്തു? വൈകുന്നേരം ആയപ്പോ ജനമെല്ലാം അവിടങ്ങളിൽ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് ഒരു വിളംബരമുണ്ടായി. ജനങ്ങളൊക്കെ പോയി ഒഴിഞ്ഞു മാറിയ സമയത്താണ് എന്ത് കണ്ടത്? നമ്മുടെ ഈ ആഗബ് രാജാവ് ശരീരത്തിൽ നിന്ന് രക്തമെല്ലാം വാർന്ന നിലയിൽ മരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടത്. വൈകിയപ്പോൾ എന്ത് ചെയ്തു? ശമര്യയിൽ ആഗബിനെ അടക്കുവാനായി കൊണ്ടുവരികയും ചെയ്തു. അപ്പോ നേരത്തെ നമ്മുടെ നാബോത്തിനെ കൊന്നുകളഞ്ഞപ്പോൾ ഏലിയാവ് മുഖാന്തരം ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ ദൈവം. എന്ത് വാക്കാണ്? നാബോത്തിന്റെ രക്തം നക്കി അതേ സ്ഥലത്ത് എന്ത് ചെയ്യും? ആഗബിന്റെ രക്തവും നായ്ക്കൾ നക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്തു? അതേ സ്ഥാനത്ത് വെച്ച് നമ്മുടെ ആഗബ് രാജാവിന്റെ രക്തത്തെയും നായ്ക്കൾ നക്കി. ഇത്രയും പഠിപ്പിച്ച പാഠം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി തൻ്റെ ഭാര്യയാകുന്ന ഇസബേൽ ആരാധിച്ചു കൊണ്ടിരുന്ന ആ വിഗ്രഹങ്ങളെ സേവിച്ചപ്പോൾ ആ വിഗ്രഹത്തിന് അടിമയായി മാറി അല്ലേ? എന്നാൽ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയൊക്കെ എന്ത് ചെയ്തു? കൊന്നുകളയുകയും ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് ഒരു മുഖ്യത്വം കൊടുക്കാതെ ഈ ആഗബ് എന്ത് ചെയ്തു? എല്ലാം വിഗ്രഹാരാധനയ്ക്ക്, ബാൽ വിഗ്രഹത്തിന് അടിമയായി അങ്ങനെ ചെയ്തു. ഇത് മുഖാന്തരം എന്ത് ചെയ്തു? ദൈവത്തിന്റെ കോപം ആഗബിന്റെ മേൽ വന്നു. പലപ്പോഴും പ്രവാചകൻ മുഖാന്തരം ആഗബിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആഗബ് എന്ത് ചെയ്തില്ല? മടങ്ങി വന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു അനർത്ഥം ആഗബിന് സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ ഒരു അനുഭവം വരുവാൻ പാടില്ല. നിങ്ങൾ കുഞ്ഞിലെ ദൈവത്തിന്റെ വചനങ്ങൾ പഠിക്കുന്ന മക്കളല്ലേ? ഇത് നിങ്ങൾ വളരും തോറും എന്ത് ചെയ്യണം? ഈ ഓരോ വചനങ്ങളും നിങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞ് ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം ഓരോ ദിവസവും നിങ്ങളെ ആ ദൈവത്തിന്റെ പാദത്തിൽ തന്നെ എന്ത് ചെയ്യും? നടത്തുവാൻ ഇടയാകും. നിങ്ങൾ എന്ത് ചെയ്യരുത്? വളർന്നിരുന്നാലും ദൈവത്തെ വിട്ട് ഒരിക്കലും മാറുവാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ പാഠം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. എത്ര പേര് പറയും? ആഗബിന്റെ പിതാവ് ആരാണ്? ഒമ്രേ. ആഗബ് ഇസ്രായേലിലെ എത്രാമത്തെ രാജാവാണ്? 7ാമത്തെ രാജാവ്. ആഗബിന്റെ ഭാര്യ ആരാണ്? ഭാര്യയുടെ പേരെന്താണ്? ഇസബേൽ. ബാലിന്റെയും അശേര പ്രതിഷ്ഠയുടെയും ആരാധന ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഇസബേൽ. എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരിലും വെച്ച് ഏറ്റവും അധികം യഹോവയ്ക്ക് അനിഷ്ടമായിട്ട് പ്രവർത്തിച്ച രാജാവ് ആരാണ്? ആഗബ് രാജാവ്. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ,
ഇന്നും കർത്താവെ അങ്ങയുടെ വചനങ്ങൾ പഠിക്കുവാൻ അങ്ങ് ചെയ്തതായ നല്ല ഭാഗ്യത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ പഠിച്ചു ആഗബിനെ കുറിച്ച്. ദൈവമേ, ആഗബ് ദൈവത്തിന്റെ സന്നിധിയിൽ അനിഷ്ടമായി നടക്കുകയും ദൈവമേ അങ്ങയുടെ പ്രവാചകന്മാരെ കർത്താവെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്ത ഒരു രാജാവിനെ പോലെ ദൈവമേ ഞങ്ങളുടെ പൈതങ്ങൾ ആരും അങ്ങനെ ആയിത്തീരാതെ വേണം ദൈവമേ ഓരോ പൈതങ്ങളും ദൈവകൃപയിൽ വളർന്നു വരുന്നവരാക്കി എൻ്റെ ദൈവം മാറ്റുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വചനങ്ങൾ ദിവസം പഠിക്കുകയും അങ്ങയുടെ ആലോചനകളും പ്രകാരം നടക്കുകയും അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പൈതങ്ങളാക്കി എൻ്റെ ദൈവം മാറ്റുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്രത്തോളം പരിപാലിച്ച ദൈവം ഇനി ഓരോ നിമിഷവും കർത്താവെ ആമേ കർത്താവെ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ ചിറകിൻ നിഴലിൽ മറച്ച് സംരക്ഷിക്കുന്ന അങ്ങയുടെ നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ കർത്താവെ എത്രയും വേഗം കർത്താവെ ഈ രോഗബാധയെല്ലാം മാറി കർത്താവ് ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ചിരുന്ന് കർത്താവെ അങ്ങയുടെ വചനങ്ങളെ പഠിക്കുവാൻ ഒരവസരത്തെ എൻ്റെ ദൈവം തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം അങ്ങനെ ചെയ്യുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയാചനം കേട്ടിരിക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ.